പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ ഈ നവംബർ മാസത്തിൽ വലിയൊരു ദൗത്യം അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ശുദ്ധീകരണാത്മാക്കളുടെ വേദന മനസ്സിലാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലോ. നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെ സഹനങ്ങളെ മനസ്സിലാക്കി അവരുടെ സഹനങ്ങളെ ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് അത്രമാത്രം ഗൗരവത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളിവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച്, ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളെ നിറച്ച്, സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ കുറവുകളുള്ള മക്കളാണ്. ലോകത്തിൻ്റെ അരൂപി ഞങ്ങളെ പലപ്പോഴും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ശുദ്ധീകരണാത്മാക്കളുടെ വേദന മനസ്സിലാക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയാതെ പോയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഈ ദിനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ശുദ്ധീകരണാത്മാക്കളുടെ വേദന മനസ്സിലാക്കി അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതോടൊപ്പം തന്നെ ഞങ്ങളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിനു വേണ്ടി ജീവിക്കാൻ ഞങ്ങൾക്കും കൃപ ലഭിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സഹനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ദിനം കർത്താവിൻ്റെ സന്നിധിയിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, കൃപ ലഭിക്കാൻ, അഭിഷേകം ലഭിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെ ശക്തിപ്പെടുത്തട്ടെ, അഭിഷേകം ചെയ്യട്ടെ. ദുർബലനാണേ ഞാനെൻ തമ്പുരാനേ, യേശുവേ കർത്താവേ, അല്പമായുസ്സും ഉള്ളവനും തന്നെ. എൻ്റെ ദൈവമേ, ദുർബലനാണേ ഞാനെൻ തമ്പുരാനേ, അതേ കർത്താവേ, അല്പമായുസ്സും ഉള്ളവനും തന്നെ. ഈശോയേ, നീതി നിയമങ്ങൾ തെല്ലുമാറിയില്ല, അജ്ഞത മാത്രം കൈമുതലും. നീതി നിയമങ്ങൾ തെല്ലുമാറിയില്ല, അജ്ഞത മാത്രം കൈമുതലും. സത്യാത്മാവേ വരിക, ഓ പരിശുദ്ധാത്മാവേ, സത്യത്തിൻ വഴി കാട്ടിടുക. യെസ്, സത്യാത്മാവേ വരിക, ഞങ്ങളിൽ വന്ന് നിറയണമേ. സത്യത്തിൻ വഴി കാട്ടിടുക. സത്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. സത്യാത്മാവേ വരിക, സത്യത്തിൻ വഴി കാട്ടിടുക. സത്യസഭയിൽ വന്നതുപോലെ തപ്ത മനസ്സത്തിൽ പെയ്തിറങ്ങാം. സത്യസഭയിൽ വന്നതുപോലെ തപ്ത മനസ്സത്തിൽ പെയ്തിറങ്ങാം. സ്ലിഹന്മാരിൽ നിറഞ്ഞതുപോലെ, രക്തസാക്ഷികളിൽ വിശുദ്ധരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിലും നിറയണമേ. ദൈവിക സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. അതിലടിസ്ഥാനമിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധി അമ്മേ, ഈ വിശുദ്ധിയുടെ മാർഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട വിശുദ്ധരെ, രക്തസാക്ഷികളെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ശക്തി പകർന്നു തരണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.
ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം, ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കൾ സഹനത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്ന ദിവ്യമായ രഹസ്യമാണ്. അനേകം വിശുദ്ധാത്മാക്കൾക്ക്, ഒത്തിരിയേറെ വിശുദ്ധർക്ക് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ അമ്മ ത്രേസ്യ, മരിയ സിമ്മ, വിശുദ്ധ ജർത്രൂദ്, ഇങ്ങനെയുള്ള അനേകം വിശുദ്ധർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച്, സഹനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വേദന നമ്മൾ ഹൃദയത്തിൽ പേറണം. വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. അവരനുഭവിക്കുന്ന സഹനം, അവരനുഭവിക്കുന്ന വേദന, അതിലൂടെ കടന്നു പോകേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം നമ്മളും അറിയണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായിട്ട്, തീഷ്ണമായിട്ട്, സഹനമേറ്റെടുത്ത്, വില കൊടുത്ത്, ത്യാഗം ചെയ്ത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മാത്രമല്ല, ആ പ്രാർത്ഥനയ്ക്ക് ഒരു തീവ്രതയുണ്ടാകും. അതുപോലെ ബലിയർപ്പിക്കും, അതുപോലെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ ഇന്നലെ കണ്ടു, അവർ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വചനം പറയുകയാണ്, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി വരുത്തും. എന്നിട്ട് പറയാണ്, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. പ്രിയപ്പെട്ട മക്കളെ, വിലകെട്ട ലോകം, അശുദ്ധി, മാലിന്യം നമ്മുടെ ആത്മാവിൽ കലർന്നിരിക്കുമ്പോൾ ആ അവസ്ഥയിൽ സ്വർഗപ്രാപ്തി നമുക്ക് അസാധ്യമാണ്, ആത്മാക്കൾക്ക് അസാധ്യമാണ്. അതുകൊണ്ട് ദൈവം പറയാ, ഞാൻ അവരെ ശുദ്ധീകരിച്ചു. എങ്ങനെ? ചൂളയിലെന്ന പോലെ. ശരിക്കും ചിന്തിച്ചേ, ചൂള. നമുക്കറിയാം, ചൂളയിൽ ഇരുമ്പ് പഴിപ്പിക്കുന്ന പോലെ, ചൂളയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന സ്വർണത്തെ പോലെ. പ്രിയപ്പെട്ട മക്കളെ, ദൈവം പറയാ, ചൂളയിലെന്ന പോലെ ഉരുക്കി നിന്നെ ഞാൻ ശുദ്ധി വരുത്തും. എന്നിട്ട് എന്താ പറയാ? നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാ. വീണ്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ തന്നെ 48-ാം അധ്യായത്തിൻ്റെ 10-11 വചനത്തിൽ പറയാ, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളിയോടെന്ന പോലെയല്ല, പിന്നെയോ കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്തത്. ദൈവത്തിനു വേണ്ടി, സ്വർഗത്തിനു വേണ്ടി ദൈവം ഒരാത്മാവിനെ ചെയ്യുന്ന പ്രവൃത്തി ചൂളയിലെന്ന പോലെ ഉരുക്കി വിശുദ്ധീകരിച്ച്, കഷ്ടതയുടെ ചൂളയിൽ ശുദ്ധീകരിച്ച്, ദൈവത്തിനു വേണ്ടി ദൈവം ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. അതുകൊണ്ട് പ്രഭാഷണ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ പറയാ, എന്തെന്നാൽ സ്വർണം ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ ചൂളയിലും. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹനത്തിൻ്റെ ചൂളയിൽ, അഗ്നിയുടെ ശോധനയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുമ്പോൾ, സഹനം അനുഭവിക്കുമ്പോൾ അത് ഓർക്കണം, അത് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും, ഇത് ഭയങ്കര ശിക്ഷയുടെ സ്ഥലമാണല്ലോ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇത് ശിക്ഷയുടെ സ്ഥലമല്ല, അല്ലെങ്കിൽ സഹനത്തിൻ്റെ സമയമല്ല, സ്ഥലമല്ല, പിന്നെയോ ഒരു ഒരുക്കത്തിൻ്റെ സ്ഥലമാണ്. ഒരുക്കത്തിൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ, ഒരു വരനെ സ്വീകരിക്കുവാൻ വേണ്ടി വധു ഒരുങ്ങുന്ന പോലെ അവൾ അണിഞ്ഞൊരുങ്ങുന്നു. അവൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്ന ഒത്തിരിയേറെ പ്രവൃത്തികൾ. അതുപോലെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടി തൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. ശരിക്കും ധ്യാനിക്കണം. ഇപ്പം നമുക്കറിയാം,
ഒരു എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു ജോലിക്ക് വേണ്ടി പോകുന്ന വ്യക്തി എന്തെല്ലാം ചെയ്യുന്ന, എന്താ പറയുക, മുടിയൊക്കെ റെഡിയാക്കി പുരുകൊക്കെ ത്രെഡ് ചെയ്ത് കാലിൻ്റെയൊക്കെ പല പല എന്താ പറയുക ശരീരഭാഗങ്ങളൊക്കെ ഒത്തിരി വേദന അനുഭവിച്ച ക്രമപ്പെടുത്തുന്ന, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിനു വേണ്ടി, സ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിനു വേണ്ടി, വിശുദ്ധീകരിക്കാൻ വേണ്ടി ആത്മാവിൻ്റെ കറ, ആത്മാവിലുള്ള മാലിന്യം, ആത്മാവിലുള്ള അശുദ്ധി, ഇതെല്ലാം ഈ ചൂളയിൽ സഹനത്തിലൂടെ വിശുദ്ധീകരിച്ച് ദൈവമായ കർത്താവിൻ്റെ രാജ്യത്തിൽ സ്വർഗത്തിനു വേണ്ടി ഇതാ ഒരുങ്ങുന്ന സ്ഥലമാണ് മക്കളെ, ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലം. മരിയസിമ്മ എന്ന് പറയുന്ന ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നുള്ളൊരു പുസ്തകത്തിൻ്റെ ഒരു ഉടമസ്ഥയായ ഈ മകളോട് ഒത്തിരി ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ടുണ്ട്, സ്വർഗദർശനമുണ്ട്, ആത്മാക്കളുമായിട്ട് ഒത്തിരി ബന്ധമുള്ളൊരു മകളാണ് മരിയസിമ്മ. ഈ മരിയസിമ്മയോട് ചോദിക്കുന്നുണ്ട്, ശുദ്ധീകരണ ആത്മാക്കൾ ക്ഷമയുള്ളവരാണോ? ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ചൂളയിൽ എന്ന പോലെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാ ഈ ആത്മാക്കൾക്ക്. ഈ ആത്മാക്കൾ ഈ സഹന ചൂളയിൽ ക്ഷമയുള്ളവരാണോ? നമുക്കറിയാം, നമുക്കൊരു ചെറിയ സഹനം വരുമ്പോൾ എന്ത് ക്ഷമയല്ലേ, ക്ഷമക്ക് കിട്ടുപോകും. എന്നാൽ ഇതുപോലത്തെ സഹനം എന്ന് പറഞ്ഞാൽ ചൂളയിൽ എന്ന പോലെ, അത് ശരിക്കും ധ്യാനിക്കണം, അതുപോലത്തെ സഹനമാണ്. ഈ സഹനത്തിന്റെ ചൂളയിൽ ഇവർ ക്ഷമയുള്ളവരാണോ? അപ്പം മരിയസിമ പറയാണ്, നേരിട്ട് കണ്ട കാര്യം പറയാ, അവർ ഭയങ്കര ക്ഷമയുള്ളവരാ. കാരണം ശുദ്ധീകരണത്ത് ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ദൈവമായ കർത്താവ് അവരെ സ്വർഗം കാണിച്ചു കൊടുക്കുന്നു. സ്വർഗം നോക്കുമ്പോൾ സ്വർഗീയർ, വെള്ളവസ്ത്രധാരികൾ എന്ന് പറഞ്ഞാൽ വെള്ള വസ്ത്രത്തിന്റെ പരിശുദ്ധിയുടെ നിറകുടമാണ് ഇവരൊക്കെ. അവര് എല്ലാവരും നോക്കും വെള്ളവസ്ത്രധാരികൾ, സ്വർഗീയർ. എന്നിട്ട് പതുക്കെ അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കും. എന്താണ് വെള്ളവസ്ത്രം? മാമോദീസായി ലഭിച്ച വരപ്രസാദത്തിൻ്റെ പരിശുദ്ധി. നമ്മളൊക്കെ മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മുടെ പിഞ്ചു കരങ്ങളിൽ ഒരു വെള്ളവസ്ത്രം പിടിപ്പിച്ചിട്ട് കർത്താവിൻ്റെ അഭിഷിക്തം പറയും, പരിശുദ്ധനായി ജീവിക്കുക, പരിശുദ്ധിയായി ജീവിക്കുക, വരപ്രസാദത്തിൻ്റെ പൂർണ്ണത. അതാ ചാവറ പിതാവൊക്കെ പറഞ്ഞ്, മാമോദീസായിൽ എനിക്ക് ലഭിച്ച വരപ്രസാദം മരണം വരെ കളങ്കമില്ലാതെ ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതാ വിശുദ്ധർ, അതാ സ്വർഗീയർ. അവരുടെ വസ്ത്രത്തിൻ്റെ മേൽ മാലിന്യമില്ല, കറയില്ല. അപ്പൊ ഇവരെ നോക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ കറ പിടിച്ച് ചെളി പിടിച്ചിരിക്കുക. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി, എന്താണ്? ഈ സ്വർഗീയരെ പോലെ ആക്കുവാൻ, വെള്ളവസ്ത്രധാരികളെ പോലെ ആക്കുവാൻ ദൈവം ഈ ചൂളയിൽ, ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഞങ്ങളുടെ ഈ വെള്ളവസ്ത്രത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയ ഈ വസ്ത്രത്തെ വെണ്മ ഉള്ളതാക്കി തീർക്കാണ്. അത് മനസ്സിലാക്കി കഴിയുമ്പോണ്ടല്ലോ ഈ ശുദ്ധീകരണ ആത്മാക്കള് തമ്പുരാന് നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ മഹത്വപ്പെടുത്തി ഈ ശുദ്ധീകരണ പ്രക്രിയ സ്വീകരിക്കുകയാണ്. അതാ പറഞ്ഞ്, വരുന്ന ദുരിതങ്ങളൊക്കെ സ്വീകരിച്ചു കൊള്ളുക. എന്തെന്നാൽ സ്വർണം ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സ്വർഗത്തിന് സ്വീകാര്യരായ, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന് ചൂളയില്ല. ഈ രഹസ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് യാതൊരു പരാതിയില്ലെന്ന് മാത്രമല്ല, ഭയങ്കര ക്ഷമ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മുടെ പ്രിയപ്പെട്ട ആത്മാക്കളെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശുദ്ധീകരണ സ്ഥലത്ത് ഈ സഹനം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ബലിയർപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയ പെട്ടെന്ന് പൂർത്തിയാകും. ഇനി എപ്പോൾ പൂർത്തിയാകുന്നോ ആ നിമിഷം കർത്താവ് അവരെ സ്വർഗത്തിലേക്ക്, സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ അർത്ഥം മനസ്സിലാക്കിയിട്ട്, ഒന്ന്, അവരുടെ വേദന മനസ്സിലാക്കുക; രണ്ട്, അവരുടെ ശുദ്ധീകരണത്തിൻ്റെ ദൈവിക രഹസ്യം മനസ്സിലാക്കുക; മൂന്ന്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ പെട്ടെന്ന് ഈ സഹനത്തിൽ നിന്ന് ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കി കർത്താവ് അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കും. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഈ ദൈവിക രഹസ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് ഇതുപോലെ സഹനത്തിൻ്റെ ചൂളയിൽ എന്ന പോലെ ഒരുക്കി വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ കറകൾ, മാലിന്യങ്ങൾ എല്ലാം മാറ്റി വെണ്മയുള്ളവരാക്കി മാറ്റുന്ന കർത്താവിൻ്റെ പ്രവൃത്തിയിൽ അവരെ സഹായിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലും ഈ കരുണയുടെ ജപമാലയിലും എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും
അവരുടെ സഹനത്തെ, അവരുടെ വേദനയെ ചൂളയിലെന്ന പോലെ ഉരുക്കി ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ആ വേദന ഹൃദയത്തിൽ പേറിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് തീഷ്ണതയോടെ ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും കർത്താവ് കരുണയോടെ ചേർത്ത് പിടിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ, തീഷ്ണതയോടെ, സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. നിൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം തന്നെയായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈ സമയം സകല മാലാഖമാരോട് ചേർന്ന്, വിജയസഭയിലായിരിക്കുന്ന എല്ലാ വിശുദ്ധരോട് ചേർന്ന്, ഈശോയെ, സമരസഭയിലായിരിക്കുന്ന അങ്ങയുടെ മക്കളായ ഞങ്ങൾ സഹനസഭയിൽ വേദനിക്കുന്ന ശുദ്ധികനാത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമാവിധം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ കരുണ ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം. ഈ ഭൂമിയിലും ശുദ്ധീകരണ സ്ഥലത്തും കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് ഏക ആശ്രയം അങ്ങയുടെ കരുണ ഒന്ന് മാത്രമാണ് കർത്താവെ. ഞങ്ങളത് ഏറ്റുപറയുന്നു കർത്താവ്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് അങ്ങയുടെ കരുണയിലേക്ക് തിരിയാനോ അങ്ങയുടെ കരുണ ഇതുപോലെ സ്വന്തമാക്കാനോ സാധ്യമല്ലല്ലോ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഈ സമരസഭയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, അങ്ങയുടെ ബലിയർപ്പിക്കാൻ, അങ്ങയുടെ മുമ്പിൽ ഓടി അണയാൻ, അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും.
ഈശോ, ഈ നിമിഷം ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞില്ലേ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന മക്കള് വളരെ വലിയ സഹനത്തിലാണ്. ചൂളയിലെന്ന പോലെ ഒരുക്കി നിന്നെ ഞാൻ ശുദ്ധി വരുത്തും. നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോകം ഞാൻ നീക്കിക്കളയും. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു. എന്നാൽ വെള്ളിയോടെന്ന പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനത് ചെയ്തത്. ഈശോയെ, ശുദ്ധീകരണ സ്ഥലത്ത് ചൂളയുടെ ശോധനയിൽ, ഒത്തിരിയേറെ വേദനയിൽ ശുദ്ധീകരണം നേടിക്കൊണ്ടിരിക്കുന്ന, ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവരുടെ വേദനകൾ, അവരനുഭവിക്കുന്ന ചൂളയുടെ, അഗ്നിയുടെ, ശോധനയുടെ വേദനകൾ എല്ലാം ഞങ്ങൾ അറിയുന്നു. ആ വേദനയെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കാൻ ഈശോയെ അങ്ങയുടെ കരുണയ്ക്ക് സാധിക്കും. ഇത് അതിനുവേണ്ടി ഈ സഹനത്തിൻ്റെ ചൂളയിൽ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഈശോയെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഈ ദിവ്യ കാരുണ്യത്തിലേക്ക് ഓടി അണയാൻ കഴിയില്ല. അത് നമ്മൾ ചെയ്യണം. ശുദ്ധീകരണ ആത്മാക്കളെ കർത്താവിൻ്റെ കരുണയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഈ സമയം കൊണ്ടുവരാം. ചൂളയിലെന്ന പോലെ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഒത്തിരി വേദനയ മക്കളെ, ഒത്തിരി സഹന. ഈശോയെ, ആത്മാക്കളെ ഓരോരുത്തരെയും ഞങ്ങളിതാ അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. നിലയില്ലാത്ത കടല് പോലുള്ള അങ്ങയുടെ കരുണക്കടലിൽ അവരെ ഓരോരുത്തരെയും ഞങ്ങൾ ആഴ്ത്തുന്നു. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ കടലിൽ അവരെ ആഴ്ത്തിക്കൊണ്ട് അവരിപ്പോൾ അനുഭവിക്കുന്ന വേദനകൾ, സഹനം, കർത്താവെ, ശമിക്കുവാനും ആശ്വസിപ്പിക്കപ്പെടുവാനും അവർക്ക് ആവശ്യമായ വിശുദ്ധീകരണം അങ്ങയുടെ കാരുണ്യ ശക്തിയാലും നിറയപ്പെടാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും ഇതുപോലെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ ഈശോയെ. കരുണാമയനേ, ക്രൂശിതനേ, ഈശോയെ, കാരുണ്യം തൂകണമേ. സമർപ്പിക്കും മക്കളെ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ, ഈശോയെ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഹൃദയം ദിവ്യ കാരുണ്യത്തിൽ അടയാത്ത വാതിലെന്ന പോലെ ഞങ്ങൾക്കായിട്ട് അങ്ങ് തുറന്ന് പിടിച്ചിരിക്കുകയാണല്ലോ. ഈശോയെ, അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട് കിടക്കുന്ന വാതിലിലൂടെ ഈശോയെ എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ വേദനകൾ, അവരുടെ ശുദ്ധീകരണ പ്രക്രിയയിൽ അവരനുഭവിക്കുന്ന ചൂളയിൽ എന്ന പോലെയുള്ള അനുഭവങ്ങൾ ഈശോയെ കാരുണ്യപൂർവം അങ്ങ് കാണണമേ. ഈശോയെ, അതിന് കാരണമായ മക്കളുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ, പാപത്തിൻ്റെ മാലിന്യങ്ങൾ, പാപത്തിൻ്റെ കറകൾ ഈശോയെ
അവിടുന്ന് കഴുകി വെടിപ്പാക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ കുത്തൊഴുക്ക് അങ്ങയുടെ തിരുരക്തത്തിലൂടെയാണല്ലോ അങ്ങ് ഞങ്ങളിലേക്ക് ഒഴുക്കുന്നത്. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന വലിയ ചൈതന്യമായ പരിശുദ്ധ രക്തം ഈശോയെ ഈ നിമിഷം ശുദ്ധികൻ ആത്മാക്കളിലേക്ക് അങ്ങൊഴുക്കണമേ. അവരുടെ സഹനത്തിന് ശമനമുണ്ടാകട്ടെ. ഈശോയെ, അവരെ അവിടുന്ന് പരിശുദ്ധ രക്തത്താല് കഴുകി ശുദ്ധി ചെയ്യണമേ. വെണ്മയുള്ള മക്കളാക്കി മാറ്റണമേ. പരിശുദ്ധിയുള്ള മക്കളാക്കി മാറ്റണമേ. എല്ലാ ശുദ്ധികരാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയെ, ഈ അവസ്ഥയില്, ഈ സഹന ചൂളയില്, ഈ സഹനത്തിന്റെ അവസ്ഥയില്, സ്വർഗത്തിനു വേണ്ടി ഒരുക്കപ്പെടുന്ന ഈ അവസ്ഥയില് ഈശോയെ അവരെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിന്റെ ചൈതന്യം കൊണ്ടും സ്വർഗത്തിന്റെ പരിശുദ്ധി കൊണ്ടും അവരെ നിറയ്ക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ശുദ്ധികരാത്മാക്കളെയും എല്ലാ മക്കളും ഒരുമയോടെ ചേർന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും, ഈശോയെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ. കരുണാമയനേ ക്രൂശിതനേ, ഈശോയെ കാരുണ്യം തൂകണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കും മക്കളെ. കരുണാമയനേ ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. കർത്താവേ, കരുണയ്ക്കായി യാചിച്ച ആരെയും അങ്ങ് തിരസ്കരിച്ചില്ല. അങ്ങയുടെ അരികിലേക്ക് വന്ന് കർത്താവേ, അങ്ങ് മനസ്സുണ്ടെങ്കിൽ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോ ആ കുഷ്ഠരോഗിക്ക് അങ്ങ് ശുദ്ധി കൊടുത്തു. അങ്ങേ വിളിച്ചപേക്ഷിച്ച എല്ലാവരോടും കരുണ കാണിച്ച പരമകാരുണ്യമാണ് അവിടുന്ന്. ആ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങ് വിശുദ്ധ ഫൗസ്റ്റീനായോട് പറഞ്ഞില്ലേ, ഒരുവന്റെ ശരണം എത്രമാത്രം വലുതാണോ അത്രമാത്രം കൃപകൾ അവനും അവളും സ്വീകരിക്കും. ഈശോയെ, ആ വലിയ കരുണയിലേക്ക് ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളിതാ എല്ലാ ശുദ്ധികരാത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വലിയ ശരണത്തോടെ പ്രിയപ്പെട്ട മക്കളെ, എല്ലാ ശുദ്ധികരാത്മാക്കളെയും, പ്രത്യേകിച്ച് സഹനത്തിന്റെ ചൂളയിൽ എന്ന പോലെ ശുദ്ധീകരണ പ്രക്രിയയിലായിരിക്കുന്ന എല്ലാ ശുദ്ധികരാത്മാക്കളെയും സ്നേഹത്തോടെ ആശ്വാസത്തിനായി, വിശുദ്ധീകരണത്തിനായി, രക്ഷയ്ക്കായി ശരണപ്പെട്ടുകൊണ്ട് ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരു കരങ്ങളിലും ആത്മാക്കളെ എടുത്തുയർത്തി കർത്താവിന്റെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധരോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സമർപ്പിക്കുന്നു കർത്താവേ. ശുദ്ധീകരാത്മാക്കളെ ഏറ്റെടുക്കണമേ, ശുദ്ധീകരിക്കണമേ, കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് കരുണയായിരിക്കണമേ. നമ്മുടെ അഗ്നി സമാനമായ സഹനങ്ങളില് ആശ്വാസ തൈലമായി തിരുരക്തം ഒഴുക്കണമേ കർത്താവേ. ഈ സമയം കർത്താവേ, വലിയ ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ രക്തം ആശ്വാസമായിട്ട് ഈ സഹന ചൂളയിലേക്ക് ഈ മക്കളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ സഹനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ പ്രക്രിയയെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താലവരെ കഴുകണമേ. ഈശോ, ഗാഗുൽത്തായിൽ ചിന്തിയ രക്തത്താലവരെ കഴുകണമേ. ഈശോയെ കഴുകണമേ. യേശുവേ അവരെ കഴുകണമേ. പൂർണ്ണമായും പൂർണ്ണമായവരെ കഴുകണമേ. ഈശോയെ യേശുവേ അവരെ കഴുകണമേ.
അവിടുത്തെ ആത്മാക്കളുടെ വേദന ഹൃദയത്തിൽ പേറിക്കൊണ്ടെന്ന പോലെ, ചൂളയിലെന്ന പോലെ ഉരുക്കി ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഏക ആശ്രയം കർത്താവിൻ്റെ കരുണയാണെന്നുള്ള തിരിച്ചറിവോടെ അതിനുവേണ്ടി അവിടെ നേറ്റ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ഈ കരുണയുടെ ജപമാലയിലൂടെ ഈശോയുടെ വലിയ കരുണ ഇതുപോലെ വേദനയിൽ സഹനച്ചൂളയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരുമയോടെ ഈ കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണയായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോ ഗെത്സേമനയിൽ രക്തം വിയർത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ എല്ലാ ശുദ്ധികര ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന അതിദാരുണമായ പീഡാസഹനങ്ങൾ നമുക്ക് ഓർക്കാം. പടയാളികൾ മാറി മാറി ഈശോയെ അതിക്രൂരമായിട്ടടിക്കുമ്പോൾ ഈശോയേറ്റ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത ശുദ്ധികനാത്മാക്കളുടെ മേല് കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. മുൾമുടി ധരിപ്പിക്കപ്പെട്ടപ്പോൾ ഈശോയേറ്റ പീഡനങ്ങള് മുറിവുകള് എത്രയോ വലുത്. ആ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഭാരമേറിയ കുരിശ് വഹിച്ചുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോ പലവട്ടം വീണ് എഴുന്നേറ്റ് അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കായി മരിക്കാനായിട്ട് ഗാഗുൽത്തായിലേക്ക് നടന്നു നീങ്ങുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ശുദ്ധീകരണാത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഗാഗുൽത്തായിലെത്തി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങൾ, രക്തം ചിന്താതെ പാപപരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞ് അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ഒഴുക്കുന്ന ഈശോയുടെ കാരുണ്യം, ആ വലിയ കരുണയിലേക്ക് എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയായിരിക്കണമേ.
സഹനത്താൽ ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ 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 ഞങ്ങളുടെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങളെല്ലാവരും രക്ഷപ്പെടണം, ഞങ്ങൾ ആരും നശിച്ചു പോകാൻ പാടില്ല. അതായിരുന്നല്ലോ ഈശോയെ അങ്ങയുടെ തിരുഹിതം. വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി അങ്ങയുടെ പീഡാസഹനങ്ങളുടെ യോഗ്യതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നശിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനെ പോലെ കുരിശിൽ മരിച്ചു. അങ്ങേ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ചു, ജീവൻ നൽകി, വീണ്ടെടുത്തു, രക്ഷിച്ചു. ആ വലിയ രക്ഷ എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും ഇപ്പോൾ നിറച്ചു നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വീടിനെയും മണ്ണിനെയും ലോകം മുഴുവനെയും ഈശോയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകേ. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ,
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ, കരുണാമയനേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ